അതിരാവിലെ നമ്മൾ പോകുന്ന ഊട്ടിക്കാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കണ്ട മാനന്തവാടി ബസ്സിനെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ആലക്കോട് പള്ളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇരിട്ടി ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ചായയെല്ലാം കുടിച്ച് അതേ ബസ്സിനെ നമ്മൾ മാനന്തവാടിക്ക് പോവാണ്. മാനന്തവാടിക്ക് പോകുന്ന ബസ്സിന് ഇരുട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സീറ്റ് ഉള്ളതുകൊണ്ട് വലിയ നിന്ന് പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ മടുപ്പില്ല. നിന്ന് പോകുന്നവരെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമം. അപ്പോൾ ഏകദേശം നമ്മൾ കൊട്ടിയൂർ ടൗണിൽ എത്തിയിട്ടായിരുന്നു. കൊട്ടിയൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൊട്ടിയൂർ അമ്പലത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. വളരെ ഫേമസ് ആയിട്ട് അമ്പലമാണല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ ഏകദേശം നമ്മൾ അമ്പലമെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം പാലച്ചുരം കയറാൻ തുടങ്ങി കേട്ടോ. പാലച്ചുരം കയറാൻ തുടങ്ങിയപ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. രണ്ട് വണ്ടി വന്നു കഴിയുമ്പോഴേക്കും രണ്ട് വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ആ സൈഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ സൈഡത്തെയൊക്കെ കുഴിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വണ്ടി ഇറക്കിയാൽ തന്നെ പിന്നെ കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെയെന്ന് വെച്ചാൽ പാലച്ചുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സ്ഥലമാണല്ലോ. അപ്പം ആ ഒരു വൈബ് അടിച്ച് പോകുന്നവർക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ രസം കേട്ടോ, നല്ല കാഴ്ചകളൊക്കെ നല്ലൊരു കാഴ്ച കിട്ടുന്ന സ്ഥലം. നല്ല ഒരു ചുരത്തിൻ്റെ ഒരു അപകടവും അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം വയനാട്ടിൽ കയറി കേട്ടോ. വയനാട്ടിൽ കയറി കഴിഞ്ഞപ്പോഴേക്ക് ഏലത്തോട്ടങ്ങളും അത് വേറെ വൈബാട്ടോ. വയനാട്ടിനെ കുറിച്ചും കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. വയനാട്ടിൽ പോകുന്നതിന് ആ വൈബ് ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം മാനന്തവാടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ നമുക്ക് ഊട്ടിക്കാണ് പോകേണ്ടതാണ്. ഊട്ടി ബസ് വരാൻ ഇത്തിരി ലേറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ ആദ്യം പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഊട്ടി ബസ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ശരിയാണ്. ഓക്കെ, താങ്ക് യു.